യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിനകത്ത് ഒരു കുരുടനെ കർത്താവ് സൗഖ്യമാക്കി. കർത്താവ് അവൻ്റെ കണ്ണിൽ ചേറ് പൂശിയിട്ട് കുരുടനോട് പറഞ്ഞു, ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അവൻ കഴുകി, ശീലോഹം കുളത്തിൽ പോയി അവൻ കഴുകി, അവൻ്റെ കണ്ണിന് കാഴ്ച പ്രാപിച്ചു. നോക്കിക്കേ, ശീലോഹം കുളത്തിലേക്കുള്ള കുരുടൻ്റെ യാത്ര എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്താണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി? ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ കർത്താവ് പറഞ്ഞത് ചെയ്തു എന്നതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. നോക്കിക്കേ, പത്രോസിനോടും കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞു. വലയിറക്കി. നാഥാ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞ യേശു പറഞ്ഞ വാക്കിന് വലയിറക്കിയതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. യേശുവിൻ്റെ അമ്മ ശിഷ്യൻ അവിടെ ഉണ്ടായിരുന്ന സെർവൻസിനോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യുക. അവൻ പറഞ്ഞു. അവർ വക്കോളം വെള്ളം നിറച്ചു. വിരുന്നുവാഴിക്ക് കോരിക്കൊടുക്കാൻ പറഞ്ഞു. കോരിക്കൊടുത്തു. ആ വക്കോളം നിറച്ചത്, കോരിക്കൊടുത്തത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് പച്ചവെള്ളം വീഞ്ഞായി മാറി. ശൂന്യമായ പടക് മീൻ കൊണ്ട് നിറഞ്ഞു. കുരുടൻ്റെ കണ്ണിന് കാഴ്ച പ്രാപിച്ചു. ഇത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. എന്താണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി? യേശു എന്താണോ പറഞ്ഞത് അത് ചെയ്യുന്നതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെയും എൻ്റെയും ആത്മീയ ജീവിതം സന്തുഷ്ടമായി തീരുവാൻ, അത്ഭുതമായി തീരാൻ ഒറ്റ വഴിയുള്ളൂ. യേശു എന്താണോ പറഞ്ഞത് അത് ചെയ്യാം. വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ പത്രോസിനെ പോലെ, ആ കുരുട്ടുകണ്ണനെ പോലെ, ആ ഖനയിലെ കല്യാണം പോലെ നമ്മുടെ ജീവിതം അത്ഭുതമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാഡ് ബ്ലെസ് യു.